നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിലെ അഞ്ചാമത്തെ വലിയ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഏത് ദിക്കിലേക്ക് നോക്കിയാലും കട്ടിയേറിയ മഞ്ഞുപാളികളാൽ നിറഞ്ഞ ഈ ഒരു മേഖല ലോകത്ത് മനുഷ്യജീവിതം അതീവ ദുഷ്കരമാണ്. എന്നിരുന്നാലും നമ്മളൊക്കെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതുപോലെ ആ ഒരു അത്രയും മഞ്ഞുകൊണ്ട് നിറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കൊക്കെ പോകാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. കണ്ടെത്താ ദൂരത്തോളം മഞ്ഞിന്റെ ഒരു കടൽ തന്നെയാണ് അന്റാർട്ടിക്കയിൽ. നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. കണി കാണാൻ ഒരു തരി പച്ചപ്പോ ഈ പറയുന്ന ജൈവ സാന്നിധ്യമോ ഇല്ലാത്ത ഒരു ഇടമാണ് ഈ പറയുന്ന അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. താമസത്തെക്കുറിച്ച് അവിടെ ആലോചിക്കുക കൂടി വയ്യ. അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്ന ഇതൊക്കെ. എന്നാൽ 7 ഭൂഖണ്ഡങ്ങളിൽ ഒന്നായ അന്റാർട്ടിക്കയ്ക്ക് ഈ പറയുന്നതിലുമേറെ കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ട്. അതായത് ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു കലവർ തന്നെയാണ് ഈ ഒരു അന്റാർട്ടിക്ക മേഖല എന്ന് പറയുന്നത്. വർഷം മുഴുവനും അന്റാർട്ടിക്കയിൽ തന്നെ താമസിക്കുന്ന ആളുകളും മഞ്ഞിൽ വളരുന്ന പ്രത്യേക തരം സസ്യജാലങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു മേഖലയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഈയിടെയായിട്ട് സാഹസികരായ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനവുമായിട്ട് അന്റാർട്ടിക്ക മാറുകയാണ്. അന്റാർട്ടിക്ക എവിടെയൊക്കെ ഈ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നവരുടെയൊക്കെ ഒരു ഓപ്ഷനായിട്ട് അന്റാർട്ടിക്ക മാറുകയാണ് ഇന്ന്. ചിലയിടങ്ങളിലെ മഞ്ഞുമലകൾ ഏകദേശം 4757 മീറ്റർ വരെ കട്ടിയേറിയതാണ് എന്നാണ് വിവരം. ഇപ്പോഴിതാ പുതിയ ചില വിവരങ്ങളും അന്റാർട്ടിക്കയെ സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. ഒരു പ്രധാന മാധ്യമത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ സയന്റിഫിക് ഡാറ്റ എന്ന ശാസ്ത്ര പ്രസിദ്ധീകരണത്തിൽ ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ ടീം നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത്. അതായത് കട്ടിയേറിയ മഞ്ഞുമലകൾക്കിടയിലായി അന്റാർട്ടിക്കയിലെ ഭൂമി എത്തരത്തിലുള്ളതാണ് എന്ന കണ്ടെത്തലാണ് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ ടീം ഇപ്പോൾ നടത്തിയിരിക്കുന്നതും അവർ പുറം ലോകത്തോട് അതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. വലിയ പർവ്വതങ്ങളും ആഴമേറിയ മലയിടുക്കുകളും അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകൾക്കടിയിലായി ഉണ്ടെന്നാണ് വിവരം. മഞ്ഞിന്റെ ആവരണമില്ലാത്ത അന്റാർട്ടിക്ക എങ്ങനെയാകും എന്നതിന്റെ സൂചനയാണ് സംഘം തയ്യാറാക്കിയ ബെഡ് മാപ്പ് 3 പറയുന്നത്. 2001 ശേഷം ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ സംഘം തയ്യാറാക്കുന്ന 3ാമത്തെ ഭൂപടമാണിത്. 6.5 മില്യൺ ക്യൂബിക് മൈൽ അടിയിലുള്ള ഭൂപ്രദേശം എങ്ങനെയാണ് BS സംഘം കാണിച്ചു തരുന്നത്. അന്റാർട്ടിക്കയിൽ അഡല ലാൻഡ് എന്ന പ്രദേശത്തെ ആസ്ട്രോ ലാബ് ബേസിലാണ് ഏറ്റവും കട്ടിയേറിയ ഹിമമുള്ളത് എന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ വിൽക്സ് ലാൻഡിൽ പുതുതായി കണ്ടെത്തിയ ഇനിയും പേരിടാത്ത ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും കട്ടിയേറിയ ഹിമപാളിയുള്ളത്. കട്ടിയേറിയ ഹിമവും അന്റാർട്ടിക്കയിലെ ഭൂമിയും തമ്മിലെ ബന്ധം വിശദമായി പഠിക്കാൻ അവസരം പുതിയ മാപ്പ് തയ്യാറാക്കുന്നതിലൂടെ സാധിക്കും. ഹിമാനികൾ എങ്ങനെ ഒഴുകുന്നു, ഭൂഗർഭത്തിലെ ചൂടുവെള്ളം നിറഞ്ഞ നദികൾ എങ്ങനെ അന്റാർട്ടിക്കയിലെ മഞ്ഞിനെ ബാധിക്കുന്നു, ഇത് ആഗോളതലത്തിലുണ്ടാകുന്ന പ്രത്യാഘാതം എന്തൊക്കെ, ഇവയെല്ലാം പഠിക്കാൻ സാധിക്കും. ദക്ഷിണ ധ്രുവം, അന്റാർട്ടിക് ഉപദ്വീപ്, പടിഞ്ഞാറൻ അന്റാർട്ടിക് തീരപ്രദേശങ്ങൾ, ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകൾ എന്നിവ ഉൾപ്പെടുന്ന കിഴക്കൻ അന്റാർട്ടിക്കയെക്കുറിച്ചും സംഘം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മുൻപ് കരുതിയതിനേക്കാൾ അന്റാർട്ടിക്കയിൽ ഐസ് കട്ടിയേറിയതാണെന്നും സമുദ്രനിരപ്പിന് താഴെയായി കൂടുതൽ കട്ടിയേറിയ മഞ്ഞുപാളി ഇവിടെയുണ്ട് എന്നാണ് BS മാപ്പിംഗ് വിദഗ്ധനായ പീറ്റർ ഫെറ്റ്വൽ നടത്തിയിട്ടുള്ള പഠനത്തിലടക്കം പറയുന്നത്. ഇതുകൂടാതെ നിരവധി അത്ഭുതകരമായ കണ്ടെത്തലുകൾ മുൻകാലങ്ങളിൽ അന്റാർട്ടിക്കയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. 4 പാടും തണുപ്പ് മാത്രമുള്ള അന്റാർട്ടിക്കയിൽ ഉഷ്ണജല സ്രോതസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാകും. കട്ടിയേറിയ ഹിമത്തിന് ചുവട്ടിലായി കാണുന്ന സബ് ഗ്ലേഷ്യൽ തടാകങ്ങൾ, നദികൾ, ജലാശയങ്ങൾ എന്നിവയ്ക്കൊപ്പം കൗതുകരമായ ഗുഹകളും മഞ്ഞിനടിയിൽ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് പഠനങ്ങളടക്കം പറയുന്നത്. 2017 ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പഠനഫലം അനുസരിച്ച് അന്റാർട്ടിക്കയിലെ സജീവ അഗ്നിപർവ്വതമായ മൗണ്ട് എറിബസിന് സമീപം സബ് ഗ്ലേഷ്യറൽ ഗുഹകളുണ്ട്. എപ്പോഴും നീരാവി നിറഞ്ഞ ഇവിടെ താപനില 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2011 ചിലിയിൽ നിന്നുള്ള ഗവേഷകർ ഇവിടെ എത്തിയപ്പോൾ പ്രത്യേക ആകൃതിയിലുള്ള ഒരു ഫോസിലിൻ ഇരുന്നു. ടെക്സാസ് സർവകലാശാല 2020 നടത്തിയ പഠനത്തിൽ ഈ ഫോസിൽ മോസോസോറസ് എന്ന ദിനോസർ വിഭാഗത്തിൽപ്പെട്ട ജീവിയുടെ മുട്ടയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയ വലിയ സോഫ്റ്റ് ഷെൽ മുട്ടയുടെ ഫോസിലായിരുന്നു അന്ന് ഈ ഒരു സംഘം അന്റാർട്ടിക്കയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 2019 അന്റാർട്ടിക് ഉപദ്വീപിൽ നിന്ന് ഒരു വമ്പൻ ഫോസിലും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് എലോസ്മോസോർ എന്ന വിഭാഗത്തിലെ ക്രയോലോഫോസോഫറസ് എന്ന ഭീമൻ മാംസഭോജി ദിനോസറിന്റെ ഫോസിലായിരുന്നു
അത്. അതായത് 40 അടി നീളവും 15 ടൺ ഭാരവും ഇതിനുണ്ടായേക്കാം എന്നാണ് കണ്ടെത്തിയത്. ഇത്ര വലിയ ദിനോസർ ജീവിച്ചിരിക്കാൻ പാകത്തിന് സവിശേഷമായ ചുറ്റുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പുണ്ടായിരുന്നു എന്നതിന്റെ സൂചനയായിരുന്നു അത്. ഇത്തരം അമ്പരിപ്പിക്കുന്ന നിരവധി കണ്ടെത്തലുകൾ അന്റാർട്ടിക്കയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കണ്ണിനെ അക്ഷരാർത്ഥത്തിൽ കുളിരണിയിക്കുന്ന കാഴ്ചകൾ മാത്രമല്ല, അന്റാർട്ടിക്കയിൽ മാത്രം കാണുന്ന അപൂർവം ജീവികളുമായി അടുത്തിടപഴകാനുള്ള അവസരവും ഇതോടൊപ്പം സഞ്ചാരികൾക്ക് സ്വന്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനിയായ നീലത്തിമിംഗലത്തെ മുതൽ പ്രതികൂല കാലാവസ്ഥയെ ചെറുക്കാൻ കഴിയുന്ന കുഞ്ഞു ജീവികളെ വരെ ഇവിടെ നേരിട്ട് കാണാമെന്നാണ് പറയുന്നത്. ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള പെൻഗ്വിനുകൾ, സീലുകൾ, ഡോൾഫിനുകൾ, അപൂർവ പക്ഷികൾ തുടങ്ങിയവയെല്ലാം തന്നെ അന്റാർട്ടിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത് കാണാനായിട്ട് സാധിക്കും. അന്റാർട്ടിക്കയിലെ ടൂർ സീസൺ ആകെ 4 മാസമേ ഉള്ളൂ. ഒക്ടോബർ പകുതി മുതൽ ഫെബ്രുവരി വരെ. ഈ സമയം അന്റാർട്ടിക്കയിൽ വേനൽക്കാലമാണ്, അതായത് ഓസ്ട്രൽ സമ്മർ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് കാലാവസ്ഥയ്ക്ക് നേരെ വിപരീതമാണ് ഇവിടെ. ബാക്കിയുള്ള മാസങ്ങളിൽ കടൽ മുഴുവൻ ഐസ് മൂടി കിടക്കുന്നതിൽ യാത്ര അത്ര സാധ്യമല്ല. അന്റാർട്ടിക്ക എത്ര മനോഹരവും വൈവിധ്യപൂർവ്വമാണെന്ന് അറിയാത്തവർക്കായി ചില കാര്യങ്ങൾ പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ ഭൂഖണ്ഡം സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണെന്ന് ഭൂരിഭാഗം ആളുകൾക്ക് അറിയാമെങ്കിലും ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 60% ഇവിടെയാണ് ഉള്ളതെന്ന് അധികം ആർക്കും അറിയില്ല. എന്നാൽ വർഷം മുഴുവനും ഈ ജലം മരവിച്ച് മഞ്ഞുപാളികളായി കിടക്കുന്നതിനാൽ ഇത് ഉപയോഗിക്കാനാവില്ലെന്ന് മാത്രം. ഈ മഞ്ഞുരുക്കി ഉപയോഗിക്കാനായി അന്റാർട്ടിക്കയിൽ പ്ലാന്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ വെള്ളം സംഭരിക്കാനായുള്ള ചെറിയ തടാകങ്ങളിൽ നിന്ന് മനുഷ്യരും മറ്റ് ജീവികളും ദാഹമകറ്റുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾക്കായി ഈ പ്ലംബർമാരെയും ടാങ്ക് ക്ലീനർമാരെയും നിയമിച്ചിട്ടുണ്ട്. മരുഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സഹാറ പോലെ മണൽ നിറഞ്ഞതും തരിശായതും ചൂടുള്ളതുമായ ഒരു പ്രദേശമാണ് നമുക്ക് ഓർമ്മ വരിക. എന്നാൽ പ്രതിവർഷം 10 mm താഴെ മഴ ലഭിക്കുന്ന പ്രദേശത്തെയാണ് യഥാർത്ഥത്തിൽ മരുഭൂമി എന്ന് വിളിക്കുന്നത്. അന്റാർട്ടിക്കയിൽ ഒരു വർഷം 2 ഇഞ്ചിൽ താഴെയാണ് മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയും ഒരു ശീത മരുഭൂമിയാണ്. അന്റാർട്ടിക്കയുടെ മഞ്ഞ് നിറഞ്ഞ ഉപരിതലത്തിനിടയിൽ 138 അഗ്നിപർവ്വതങ്ങൾ ഉണ്ടെങ്കിലും ഇവയിൽ മൗണ്ട് എറബസ്, ഡിസ്പെക്ഷൻ ഐലാൻഡ് എന്നിങ്ങനെ 2 എണ്ണം മാത്രമേ ഇപ്പോൾ സജീവമായിട്ടുള്ളൂ. മറ്റുള്ളവയിൽ പലതും വരുംകാലങ്ങളിൽ സജീവമാകാൻ സാധ്യതയുണ്ടെന്നും ഗവേഷകർ പറയുന്നുണ്ട്. ഇവിടെയുള്ള എറബസ് പർവ്വതത്തിൽ തിളച്ചുമറിയുന്ന ലാവാ തടാകമുണ്ട്, പക്ഷെ അത് ഹിമാനികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ ഒരുപാട് ആളുകളാണ് അവിടെ പോയിട്ട് ഒരു വിദഗ്ധ സംഘമടക്കം പഠനങ്ങൾ നടത്തുകയും അവിടെ ഒരു സർവേ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള അത്ഭുതങ്ങൾ ഈ അന്റാർട്ടിക്കയിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴും അവിടെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ടുള്ള ഓരോ റിപ്പോർട്ടുകളും ഏറെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് മറ്റുള്ളവർ നോക്കിക്കാണുന്നത്. എന്നിരുന്നാലും ഇന്നൊക്കെ ട്രിപ്പ് പോകുന്നവർക്കൊക്കെ അന്റാർട്ടിക്കയും ഒരു ഓപ്ഷനായിട്ട് മാറുകയാണ്.